പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ 9000 HP ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് എഞ്ചിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത് നിർമ്മിച്ച ദാഹോദിലെ ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ലോകോത്തര യാത്രാ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇവ ഒരു പ്രധാന പങ്കുവഹിക്കും എന്നാണ് വിലയിരുത്തൽ. ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാഹോദ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി 24,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. നിരവധി റെയിൽവേ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ വേരാവലിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു.